കെപിസിസി പുനഃസംഘടനാ ചർച്ചകളിൽ കടുത്ത അതൃപ്തിയുമായി നേതാക്കൾ. കൊല്ലം ഡിസിസി അധ്യക്ഷനെ മാറ്റരുതെന്ന ആവശ്യവുമായി കൊടിക്കുന്നിൽ സുരേഷ് എംപിയും കണ്ണൂർ ഡിസിസി പ്രസിഡന്റിനെ നിലനിർത്തേണ്ടത് ആവശ്യമാണെന്ന് കെ സുധാകരനും നേതൃത്വത്തെ അറിയിച്ചു. ഭിന്നത രൂക്ഷമായതോടെ ദീപാദാസ് മുൻഷി കെപിസിസി അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തി. നേതാക്കൾക്കിടയിൽ അതൃപ്തിയുണ്ടെന്ന തെറ്റായ വാർത്തയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. അതേസമയം കെ.സി. വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയിൽ അന്തിമ പട്ടിക സംബന്ധിച്ച തീരുമാനമുണ്ടാകും. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായും നേതാക്കൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കെപിസിസി പുനഃസംഘടനയുടെ ഭാഗമായുള്ള പുതിയ ഡിസിസി അധ്യക്ഷന്മാരെ തീരുമാനിക്കാൻ തിരക്കിട്ട ചർച്ചകളാണ് ദില്ലിയിൽ നടക്കുന്നത്. പുനഃസംഘടനാ ചർച്ചകളിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപി, ബെന്നി ബെഹനാൻ, എം.കെ. രാഘവൻ തുടങ്ങിയവർ നേതൃത്വത്തോട് അതൃപ്തി അറിയിച്ചു. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം അധ്യക്ഷന്മാരെ മാറ്റേണ്ടതില്ലെന്ന നിലപാടിലാണ് മുൻ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. അപ്പോൾ എല്ലാവരുമായി ചർച്ച നടത്തിയിട്ട് സമവായത്തിലെത്തി ആ സമവായ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഈ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് ഭംഗിയായി നടക്കും. കോൺഗ്രസിനകത്ത് ഇന്നലെയും നടത്തിയിട്ടുണ്ട്, ഇനിയും നടക്കാനുള്ള സാധ്യതകൾ പാർട്ടിക്കകത്തുണ്ട്. കണ്ണൂർ മികച്ച പ്രവർത്തനമാണ് കണ്ണൂർ ഡിസിസി പ്രസിഡന്റ്. നല്ല ക്ലാസ്സാണ്. നമ്പർ 1 കേരളത്തിലെ. മാറ്റേണ്ടതില്ല, ഒരു മാറ്റാനും കാര്യമില്ല, മാറ്റേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം നേതാക്കൾക്കിടയിൽ അതൃപ്തിയില്ലെന്ന വാദവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി. തെറ്റായ വാർത്തകളാണ്, എല്ലാം തെറ്റായ വാർത്തകളാണ്. കോൺഗ്രസിൽ അങ്ങനത്തെ ഒരനൈക്യമില്ല, എല്ലാവരുമായിട്ടുള്ള കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ജംബോ കമ്മിറ്റി ആയിരിക്കുമെന്ന സൂചന രമേശ് ചെന്നിത്തലയും നൽകി. പാർട്ടി പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഉത്തരവാദിത്തങ്ങൾ പാർട്ടിയിലാണ്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടിക്കകത്തുള്ള ആളുകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് പാർട്ടിയെ നയിക്കാൻ കഴിവുള്ളവർക്ക് ചുമതല കൊടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സാധാരണഗതി സ്വീകരിക്കുന്ന സമീപനം. കേരള ഹൗസിൽ നടന്ന സമവായ ചർച്ചയിൽ ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ കെപിസിസി അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. 9 ഡിസിസി അധ്യക്ഷന്മാരെ മാറ്റാനാണ് തീരുമാനമെന്നാണ് സൂചന. തൃശൂർ, എറണാകുളം ഡിസിസി അധ്യക്ഷന്മാർക്ക് മാറ്റമുണ്ടാകില്ല. ജ്യോതികുമാർ ചാമക്കാല കെപിസിസി ട്രഷറർ ആയേക്കുമെന്ന സൂചനയുമുണ്ട്. അന്തിമ പട്ടിക ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി. കെ.സി. വേണുഗോപാലുമായി നേതാക്കൾ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ അന്തിമ പട്ടികയാകും. മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. കൈരളി ന്യൂസ്, ദില്ലി.